വചനം പറയുന്നു, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. സങ്കീർത്തനം 34:8. ഈശോയിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോ എന്തുമാത്രം കരുണയോടെയും വിശ്വസ്തയോടെയും ആണ് എന്നെ പരിപാലിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് എത്ര നല്ലവനാണെന്ന് നമുക്ക് രുചിച്ചറിയാൻ, അല്ലെങ്കിൽ ഒന്ന് കർത്താവ് എത്രമാത്രമാണ് നമ്മളെ പരിപാലിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു പോയിന്റ് ഓഫ് ലൈഫ് വരെ കർത്താവിൻ്റെ സ്നേഹമൊക്കെ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ ഉണ്ടായിരുന്നെങ്കിലും കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഒന്ന് രുചിച്ചറിയാൻ തുടങ്ങിയത് ഒരു പോയിന്റ് ഓഫ് ലൈഫ് എത്തിയപ്പോഴാണ്. അത്ര നാൾ എൻ്റെ ഫാമിലി വിശ്വാസത്തിൽ എന്നെ വളർത്തിയിട്ടുണ്ട്. ഞാൻ വളർന്നു വന്നതെല്ലാം കർത്താവിനോട് ചേർന്നൊക്കെയാണ്. പക്ഷെ കർത്താവിനെ കുറച്ചുകൂടെ ആഴമായിട്ട് ഒന്നും എൻ്റെ കഴിവല്ല, കർത്താവ് തന്നെ വളർത്തിയതാണ് കർത്താവിനെ വളർത്തിയാണ്. കർത്താവിനോട് ചേർന്നിരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് നമ്മുടെ അനുദിന ജീവിത പ്രാർത്ഥന, പേഴ്സണൽ പ്രയറിലൊക്കെ നമ്മൾ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കർത്താവ് കൂടുതൽ നമുക്ക് ഒരു ഉൾക്കാഴ്ചയൊക്കെ തരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു പോയിന്റ് ഓഫ് ലൈഫ് തൊട്ട് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി കർത്താവ് എന്തുമാത്രം ബ്യൂട്ടിഫുള്ളി ആണ് ഓരോ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ മാസ്റ്റർ പ്ലാൻ എല്ലാം തയ്യാറാക്കിയിട്ട് എന്തുമാത്രം അടിപൊളിയായിട്ടാണ് ഈശോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. ആസ് എ പെർഫെക്റ്റ് ഡയറക്ടർ, പെർഫെക്റ്റ് ആണ് കർത്താവ്, ഒരു ഫോൾട്ടും ഇല്ലാണ്ട് എന്തും അടിപൊളിയായിട്ടാണ് ഈശോ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവും. ഓരോ ദിവസവും നമുക്ക് ഇന്നൊരു ഐഡിയ ഇല്ല. രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ല ഇന്ന് എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ നമുക്ക് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നറിയാം. പക്ഷെ അതെങ്ങനെയാവും, അത് എന്താണെന്ന് നമുക്കൊന്നും ഐഡിയ ഇല്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് വിഷമകരമായ സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ നല്ല നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളിങ്ങനെ പേഴ്സണൽ പ്രയറിലേക്ക് ഇരിക്കുമ്പോൾ ഒന്ന് വിചിന്തനമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈശോ ആ ദിവസം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തേ. കർത്താവ് ഓരോ ചെറിയ കാര്യങ്ങളിലും എന്തുമാത്രം വിശ്വസ്തനായിരുന്നു, നമ്മളെ എന്തുമാത്രം പരിപാലിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമുക്ക് കുറച്ച് നല്ല ബോധ്യങ്ങൾ തരാനായിരിക്കും, നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടടാ എന്ന് പറഞ്ഞു തരുന്നതായിരിക്കാം. എൻ്റെ അഹങ്കാരം, അല്ലെങ്കിൽ എനിക്ക് ക്ഷമിക്കാനുണ്ട്, എനിക്ക് കുറച്ചുകൂടെ സ്നേഹിക്കാനുണ്ട്, കർത്താവിനെ പോലെ കുറച്ചുകൂടെ വളരാനുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരിക്കാം ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മളെ കടത്തി വിടുന്നത്. അതൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കർത്താവ് എപ്പോഴും വിശ്വസ്തനാണ്, എപ്പോഴും കാരുണ്യവാനാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവുന്നത്. ഈ ഒരു ക്രിസ്മസ് കാലത്ത് കർത്താവിൻ്റെ കരുണയും വിശ്വസ്തതയും, കർത്താവ് എന്തുമാത്രം കാരുണ്യവാനാണ്, വിശ്വസ്തനാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹവും നിങ്ങൾക്ക് നേരുന്നു. പ്രൈസ് ഗോഡ്. താങ്ക് യു.